അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. ഇവിടെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. സാബീത്ത വടകര പാർക്കിൽ വന്നതായിരുന്നു. നമ്മളെ പഴയ ചാനലുള്ള പാർക്കും ഇതെല്ലാം പോയിക്കില്ല. അതൊരു കോഡ് നമ്പർ അടിച്ചു കൊടുക്കണം. അത് അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞാനങ്ങനെ പാർക്കിൽ വന്ന് എല്ലാം കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പിന്നെ വടകരയാണിത്. വടകര പുതിയ സ്റ്റാൻഡിൻ്റെ ബേക്കിലാണിത് വരുന്നത്. അവിടെ പാർക്കിൽ വരുമ്പോൾ 10 രൂപ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്ന അവിടെ നിന്ന് യൂട്യൂബ് സാബീത്താൻ്റെ ആളാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നല്ലൊരു മുൻഗണന നിങ്ങൾക്ക് കിട്ടും. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മളെ നല്ലോണം അറിയാം. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത്. ഞാൻ വിചാരിക്കും എന്തിനാണ് ഞാൻ നോക്കുന്നത് എന്തിനാണ്? ചെടി നോക്കുന്നത് എന്തിനാ നോക്കുന്നത്? ഇങ്ങനെ എല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്നതല്ല. അയ്യോ സാബി തന്നെയാണ് നോക്കുന്നത് എല്ലാവരും. ഇവരിങ്ങനെ നേരിൽ കാണുമ്പോൾ ഒരു സന്തോഷമല്ല. അതാ ഓട്ടോറിക്ഷ എല്ലാം പോകുന്നുണ്ട്. ഓട്ടോറിക്ഷ എല്ലാം പോകുന്നു. ഒന്ന് ദൂരത്ത് പോവുന്നുണ്ട്. അങ്ങനെ പാർക്കിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും. ഒരു നടപ്പാലം എന്ന് പറയുന്ന അടുത്തേക്ക് പോവാ. ഈ മെയിൻ റോഡ് മുന്ന് കയറുന്നിടത്ത് എന്നിട്ട് ഇതിലേ അങ്ങ് കയറിയാൽ പുതിയ സ്റ്റാൻഡിലെത്തും. നിങ്ങളുടെ പിന്നാലെ വന്നോ. നിങ്ങൾ പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുക. എന്നിട്ട് മുനിസിപ്പാലിറ്റി പാർക്ക് ചെയ്താന്ന് ചോദിച്ചാൽ മതി. അപ്പം ചോദിക്കും മോല് കാണിച്ചു തരും എവിടെയാണ്. അന്നേരം അതിലെ നടന്നിങ്ങ് പോകുന്നത്. ഓട്ടോറിക്ഷയിലൊന്നും കയറുമൊന്നും വേണ്ട. സ്റ്റാൻഡിൽ ബസ് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് മുറിച്ചിപ്പുറം കിടക്കുക. എന്നിട്ട് ആ പീടിയൻ്റെ ഇടയിൽ കൂടി കയറിയാൽ മതി. ഒരുപാട് ആൾക്കാരും ഇവിടെ വന്ന് സാബീത്താൻ്റെ പഴയ ചാനൽ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറയാം. നിങ്ങളോട് മണിവെല്ലം തൊടണേ, എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എല്ലാവരും നോക്കണം. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു. ഞാൻ ഇത് തന്നെ സാബീത്താന യൂട്യൂബ് കാണുന്ന തന്നെ അല്ല. പിന്നെ കുഞ്ഞു മക്കളാണെങ്കിൽ പിന്നെ അതോ സബീത്താന്ന് വിളിച്ചിട്ട് എല്ലാം വീടും എല്ലാം ആയിട്ട് സബീത്താർന്ന് ഒരാപ്പിളും തിന്ന് വെള്ളവും കുടിച്ച് അങ്ങനെ. ഇപ്പോഴുള്ള കുട്ടികൾ ഇങ്ങനല്ലേ വെക്കുക. വലയെ കത്തി കുട്ടികൾ വെച്ചാൽ പ്രശ്നമില്ല. എന്നെപ്പോലത്തെ വെച്ചാലാണ് നരകം. പിന്നെ വലയെ കത്തി കുട്ടികൾ വെച്ചാൽ നരകമൊന്നുമില്ല. ഓലിക്ക് എന്തും കളിക്കാം, എന്തും ചെയ്യാം. പിലിമ്പി കാണണം നിങ്ങൾക്ക്. ആയിവാ ഇതിലേ പോകുമ്പോൾ ഞാൻ എപ്പോൾ ഇതിലൊരു പിലിമ്പി വേണ്ട. നാളെ ഇതിന് പിലിമ്പി എന്നാ പറയാ. അയ്യോ ഷൂട്ടറുകാരൻ ആടെ എത്തിനും തിരിഞ്ഞു നോക്കുന്നു. പാപം അങ്ങനെ കാണുന്നുണ്ടോ മക്കളെ? അല്ല ഭയങ്കര പുളിപ്പ്. തായ കാണുന്നുണ്ടോളി. എടുക്ക ശരിയാ പിലിമ്പി എടുക്ക. ഇനി ഇവിടുന്നും പോവാം നമുക്ക്. ഇങ്ങനെ പോയി പിലിമ്പി കാണും, മാവ് കാണും, മരങ്ങൾ കാണുതാ. മരങ്ങൾ കാണും. ഇങ്ങനെ പോവാ. നമ്മളൊരാളെ കൊണ്ട് കുറ്റവും കുറവും പറഞ്ഞിട്ടൊന്നല്ലല്ലോ. ഞാൻ എൻ്റെതായ വീഡിയോസ് എടുക്കുന്നു, എൻ്റെ ചാനലിലിടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഫോണ് വെയിലത്ത് നിന്ന് എടുക്കുന്നേരം വേഗം ചൂടാവുക. അന്നേരം പിന്നെ ക്ലീൻ പറഞ്ഞാൽ കട്ടായിപ്പോൾ പിന്നെ കുറേ തരം എടുത്തോളൂ. പിന്നെ എഡിറ്റെല്ലാം ചെയ്യണം. അണ്ടേത്തെ പായ എല്ലാം കെട്ടിയാണ്. നമ്മളിപ്പം പറഞ്ഞില്ലേതാ റോഡ് കാണിച്ചു തരുന്ന കേട്ടാ. നമ്മളിപ്പം നടന്ന് നിങ്ങൾ കണ്ടില്ല, എൻ്റെ പിന്നാലെ നിങ്ങളില്ലേനാ. നല്ല പൂവെല്ലാം കാണും നിങ്ങൾക്ക്. റോസാപ്പൂ പൂന്തേ റോസാപ്പൂ. റോഡെത്തി, നമ്മളെ റോഡെത്തിട്ടാ. റോഡ് മക്കാരും
പൂക്കളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൂവിൻ്റെ അടയാളം പറഞ്ഞിട്ടേ പൂവിൻ്റെ അടയാളം പറഞ്ഞുതരാം. ഇതാ അവിടെയാണ് ബസ് ഇറങ്ങുക, സ്റ്റാൻഡ് അവിടെയാണ്. അത് ഇറങ്ങിയിട്ട് നേരെ ഈ റോഡിലേക്ക് നടന്നിങ്ങനെ വരുന്നേരം ഇതാ നല്ല എപ്പോഴും വിടർന്ന് നിൽക്കുന്ന റോസാപ്പൂക്കളുണ്ടാവും. ഈ റോസാപ്പൂവിൻ്റെ ഇതാ ഇടയിൽ കൂടി അങ്ങ് നടന്നു പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തി. ഓക്കെ.